ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു അടിപൊളി ക്യാരറ്റ് കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. മെഷറിങ് കപ്സോ അതുപോലെ തന്നെ ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട, ഗ്ലാസ്സിൽ അളന്നെടുത്ത് നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല സിമ്പിളായിട്ടുള്ള അതുപോലെ നല്ല പഞ്ഞി മാതിരി ഇരിക്കണ കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ല് ക്ലിക്ക് ചെയ്യണേ, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു അര ഗ്ലാസ് പഞ്ചസാര ചേർത്ത്, സാധാ ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കപ്പോ എല്ലാം ഒരേ കപ്പിൽ തന്നെ അളന്നെടുക്കണം, മാത്രമേ ഉള്ളൂ. അതിനകത്തോട്ട് അര ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കാം. എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ള ആയിരിക്കണം. അതുപോലെ തന്നെ മിക്സിയിലൊന്നും ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതേ ഞാൻ 3 മുട്ട ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയണം. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് അര ഗ്ലാസ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഉണ്ടെങ്കിൽ അതെടുക്കുക, അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇതല്ലാതെ നമ്മൾ വെളിച്ചെണ്ണയോ വേറെ ഒലിവ് ഓയിലോ അങ്ങനത്തെ ഫ്ലേവറുള്ള ഓയിലൊന്നും എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുക. എന്നിട്ട് നമുക്കിത് 1 മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഒത്തിരി നേരം നമ്മൾ അടിച്ചെടുക്കേണ്ട, ജസ്റ്റ് അതൊന്ന് മിക്സ് ആവേ വേണ്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് 1 മിനിറ്റൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മൈദയാണ്. അത് നമ്മൾ സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു അരിപ്പ വെക്കുക, എന്നിട്ട് അതിനകത്തോട്ട് 1 ഗ്ലാസ് മൈദ ചേർത്ത് കൊടുക്കുക. മൈദ നമ്മൾ കുത്തി നിറച്ചെടുക്കരുത്. കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ തന്നെ സ്പൂണിൽ ജസ്റ്റ് കോരിയിട്ടിട്ട് 1 ഗ്ലാസ് നിറയാക്കിയാൽ മതി. പിന്നെ 1 ടീസ്പൂൺ, ഒരു ചെറിയ സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. നല്ലപോലെ അരിച്ചെടുക്കാൻ നോക്കുക. നന്നായിട്ട് അരിച്ചെടുക്കുമ്പോഴാണ് കേക്ക് നല്ല സോഫ്റ്റ് ആവുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം, പക്ഷേ ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുകയെന്ന് മാത്രം. ഇനി ഞാൻ ഇതിനകത്തോട്ട് 2 നുള്ളി ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കൂടി പോരുത്, ഉപ്പിൻ്റെ രുചി വരും കൂടുതലായിട്ട്. അപ്പോൾ ഇനി മിക്സ് ചെയ്യുമ്പോൾ ഞാനിത് ഒരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, കേക്ക് പൊങ്ങൂല. അപ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് കട്ടകളൊക്കെ പോയിട്ട് കിട്ടണം. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് മിക്സ് ചെയ്യാനും പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ക്യാരറ്റാണ് കേട്ടോ വേണ്ടത്. ക്യാരറ്റ് ചെറിയ ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റാണ്. വലിയ ഗ്രേറ്റർ ആണെങ്കിൽ നിങ്ങളൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ 1 ഗ്ലാസും പിന്നെ 1 ടേബിൾ സ്പൂണും ഉണ്ടാവും, അത്രേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് 1.25 ഗ്ലാസ് വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അവസാനം അളന്നിട്ട് ഒരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഒരുപാടങ്ങ് കുഴച്ചെടുക്കരുത്, ജസ്റ്റ് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്ക് ക്യാരറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ വലിയ ഗ്രേറ്റർ വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കടിക്കുന്ന മാതിരി ഉണ്ടാവും, അങ്ങനെ തോന്നാൻ പാടില്ല. അപ്പോൾ അതേ നമ്മുടെ ബാറ്ററി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിനകത്ത് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്ന് തന്നെ വേണ്ട, ഞാൻ മുമ്പ് കാണിച്ച പോലെ ഒരു സ്റ്റീൽ ബൗൾ ഉണ്ടെങ്കിൽ മതി. ഇതിനകത്ത് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ എങ്ങനെയാണ് വീട്ടിലൊരു പേപ്പർ വെച്ച് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 തവണ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക, എയർ ബബിൾസ് ഇല്ലാണ്ടിരിക്കാനാണ്. അപ്പം ഞാൻ ഈ കേക്ക് ചെയ്തെടുക്കുന്ന ഒരു കടായിലാണ്. കഴിഞ്ഞ തവണ ഞാൻ ചെയ്ത പോലെ ഇഡ്ലി ചെമ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. കേക്ക് മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കണം. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ചൂടുള്ള പാത്രത്തിലോട്ടാണ് നമ്മൾ ഈ കേക്ക് ടിൻ ഇറക്കി വെക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 30-35 മിനിറ്റൊക്കെയാണ് എനിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പവും ഇതിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ എന്തായാലും ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാവുള്ളൂ, ഇല്ലേ കേക്ക് പൊങ്ങില്ല. അത് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫുള്ളായിട്ട് വേവിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ഒരു 30-35 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട്, നമുക്കിത് തുറക്കാം. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വെന്തോ നോക്കുന്ന സമയത്ത്. അപ്പോൾ അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് വെന്തിട്ടുണ്ടോ എന്നറിയാം, ഒരു ടൂത്ത് പിക്കോ കത്തിയോ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി. കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പം നന്നായിട്ട് ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് ഒന്ന് വിട്ട് ഇതാക്കി കൊടുക്കാം. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും.
ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് കയ്യിലൊന്ന് തട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ അതേ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോണ പരുവായിട്ടുണ്ട്. നല്ല പഞ്ഞി മാതിരിയുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിനി ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ക്യാരറ്റിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളിയാണ് കഴിക്കാനായിട്ട്. ചായക്കൊക്കെ വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം വെച്ച് ഐസിങ്ങും ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ കേക്ക്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ആ ക്യാരറ്റിൻ്റെ ആ ചെറിയ ചെറിയ പീസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓളും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.